heroes give me the power. It's go time. അപ്പോൾ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടു. പടത്തിനെ പറ്റി എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ യൂണിവേഴ്സ്, ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന ഒരു യൂണിവേഴ്സാണ്. സോ ആ സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കഥയിൽ വരുന്ന മിസ്റ്ററീസ് സോൾവ് ചെയ്യാൻ ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ലാത്ത, നിലവിൽ ഇല്ല, സോ ഇല്ലാത്ത എന്നാൽ ബുദ്ധിയുള്ള ഒരു ക്യാരക്ടർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടറായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണിത്. ആ ക്യാരക്ടറിൻ്റെ ലൈഫ് എങ്ങനെയാണ്, നാട്ടിൽ ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ചെയ്യുക, ഇൻവെസ്റ്റിഗേഷനൊക്കെ മാലാമോഷണവും ആടുമോഷണമൊക്കെ അന്വേഷിക്കുന്ന ഒരു ക്യാരക്ടർ അയാളുടെ ലൈഫിനെ ബാധിക്കുന്ന, അല്ലെ അയാളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷൻ, അതെങ്ങനെ അയാളുടെ ലൈഫിനെയും അയാളെ നാടിനെയും ബാധിക്കുന്നു, ഇതൊക്കെ പറയുന്നൊരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അല്ലാണ്ട് ഗംഭീര അങ്ങനെയല്ല. പക്ഷേ ഇതിൻ്റെ കഥ കിടിലൻ കഥയാണ്. കിടിലൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ലാസ്റ്റിലേക്കൊക്കെ ആ കില്ലറും ആ കില്ലറിൻ്റെ മോട്ടീവും എല്ലാം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ കഥ ആണെങ്കിലും ക്യാരക്ടറൈസേഷൻ ആണെങ്കിലൊക്കെ നല്ല രീതിക്ക് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ 2.0 അത് പറഞ്ഞത് ടീച്ചറിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ 2.0 അത് പറഞ്ഞത് വളരെ ബുദ്ധി, അവർ കറക്റ്റ് ആലോചിച്ചിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാൽ അവർ ഉദ്ദേശിച്ചത് ഒരിക്കലും അയാളുടെ അഭിനയമല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയമല്ല. ഞാൻ ഇതുവരെ കണ്ട ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലും മൂപ്പര്, ഞാൻ കണ്ടതിൽ ഒരു സിനിമയിലും മൂപ്പര് മോശമായിട്ട് അഭിനയിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കുറച്ച് സിനിമ കണ്ടുള്ളൂ മൂപ്പരെ, അടിയപ്പേരെ കൂട്ടപ്പനയാണെങ്കിലും. പുതിയ മുഖമല്ല അത് പോട്ടെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ ക്യാരക്ടറിൻ്റെ വയസ്സ്, അതായത് കോളേജ് വൃദ്ധൻ, സിനിമാമോഹി, അതിന് ഈ 3 ഏജ് മാറുന്നതനുസരിച്ച് അയാളുടെ മാനസികമായിട്ടുള്ള അയാളുടെ ഭാവങ്ങളിൽ വരുന്ന മാറ്റമൊക്കെ മൂപ്പര് അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. മൂപ്പര് സ്ക്രിപ്റ്റ് സെലക്ഷൻ മാത്രമേ മൂപ്പരൊരു പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ സിനിമ ഒരു ജോലിയായിട്ടാണെന്നാണ് മൂപ്പരൊരു പ്രശ്നമുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു പ്രൊഫഷണലായ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ മൂപ്പർക്കുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും കിടിലനായിട്ട് മൂപ്പര് ഉജ്ജ്വലൻ പറഞ്ഞ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷനിൽ ഇതിൻ്റെ റൈറ്റിങ്ങും മൂപ്പര് ആക്ടിങ്ങും കൂടി ചേർന്നപ്പോൾ കിടിലൻ എക്സ്പീരിയൻസ് ആണ് തന്നത് ആ ക്യാരക്ടറിൻ്റെ ഭാഗത്തുനിന്ന്. അടിപൊളിയായിരുന്നു. മ്യൂസിക് RC ആണ് ചെയ്തിട്ടുള്ളത്. പണിവാളി നീരജ് മാധവൻ്റെ അതൊക്കെ ചെയ്ത അടിപൊളിയായിട്ട്, അതായത് ഇൻട്രോ BGM ആണെങ്കിലും ഉജ്ജ്വലൻ ഇൻവെസ്റ്റിഗേഷനിൽ ചേരുമ്പോൾ വരുന്ന ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉജ്ജ്വലൻ്റെ പാസ്റ്റൊക്കെ ഉള്ളൊരു, ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ മിന്നൽ മുരളി ആണെങ്കിലും ഉജ്ജ്വലനാണെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ട്. എന്നാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതന്നെ ഈ പടത്തിൽ എല്ലാത്തിനും സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് മിന്നൽ അതേ ട്രീറ്റ്മെൻറ്റാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ക്യാമറ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് വില്ലൻ രാത്രി ഇങ്ങനെ കാട്ടുകൂടെ നടക്കുന്ന സീനിൽ ക്യാമറേൻ്റെ ഷേക്കിങ്ങും പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. കളർ ഗ്രേഡിങ്ങും എല്ലാം അടിപൊളി, എഡിറ്റിങ്ങും ഗംഭീരം. ചമ്മൻ ചാക്കോ കേട്ടോ ഇതിൻ്റെ എഡിറ്റിങ്, RDX ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ ചെയ്ത. പിന്നെ ക്യാമിയോ, ഒരു മഹാനടനാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, സിനിമയിലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ക്യാമിയോ. പിന്നെ ഈ ക്യാമിയോനെ വെച്ചിട്ട് വേണം ഉജ്ജ്വലൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒന്നും അല്ലാണ്ട് ഈ ക്യാരക്ടറിൻ്റെ മാത്രം ഒരു പടമാണ് ഇതെങ്കിലും നമുക്ക് ഈ ക്യാമിയോ വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് എടുക്കാം. അങ്ങനത്തെ ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാരക്ടറിനെ വെച്ചിട്ടാണോ ഈ സൂപ്പർ നാച്ചുറൽ പരിപാടി ഉജ്ജ്വലൻ അതായിട്ട് കണക്റ്റ് ആവുന്നതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ എൻഡ് ക്രെഡിറ്റ് സീൻ, തേർഡ് മൂവി, അതായത് അടുത്ത ഈ യൂണിവേഴ്സിലെ അടുത്ത മൂവി ആയിട്ടുള്ള ജാമ്പിനെ കുറിച്ച് പറയുന്ന ഒരു പരിപാടിയാണ്. കിട്ടില്ലൻ ആ സീനിലെ മ്യൂസിക് ആണെങ്കിലും ആ സീനിലെ എഡിറ്റിങ്ങും ആ കളർ ഗ്രേഡ് എല്ലാം കിട്ടില്ലനായിട്ട് വന്നിട്ടുണ്ട്. ആ സിനിമേനെ കുറിച്ചുള്ള എക്സൈറ്റ്മെൻറ്റ് അതുവരെ എന്താ സംഭവം ഒന്നും അറിയില്ലായിരുന്നു. ആ പേര് കേട്ടപ്പോൾ എന്താണെന്നൊരു ഐഡിയ ഉണ്ട്. ബട്ട്
ഈ ഒരു ഗ്ലിംസ് ആണെങ്കിൽ കിട്ടനായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ മീൻസ് സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാം. വേർത്ത് എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും പൈസ നഷ്ടമാവില്ല. പിന്നെ തിയേറ്ററിൽ നിന്ന് കാണാനുള്ള അത്യാവശ്യം വിഷ്വലി ആണെങ്കിലും സൗണ്ട് വൈസും ആക്ടിങ് വൈസൊക്കെ ഗംഭീരമാണ് പടം. ടെക്നിക്കലിയും റൈറ്റിംഗ് ഒക്കെ ഗംഭീരമാണ്. പിന്നെ 2 ഡയറക്ടേഴ്സ് കേട്ടോ, ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും പിന്നെ രാജീവ് ജിയും. പിന്നെ ഈ സിനിമേൻ്റെ ആകെ ഒരു പ്രശ്നം ഈ വില്ലേജ്, ഈ ഗ്രാമം സെറ്റ് ചെയ്യുന്നതാണ്. ഈ യൂണിവേഴ്സ് സെറ്റ് ചെയ്യുന്ന തന്നെ കുറച്ച് എടുത്ത് ചാടി ചെയ്ത പരിപാടിയാണ്. അതായത് മിന്നൽ മുരളീൻ്റെ റൈറ്റേഴ്സൊക്കെ പ്രശ്നമൊക്കെ ആക്കി കേസൊക്കെ ഉണ്ടായിരുന്നു കോടതിയിൽ ഈ പടത്തിനെ കുറച്ച്. അത് കുറച്ച് വേണ്ട മീൻസ് പിന്നെ പെർമിഷൻ കൊടുത്താണ് കുറച്ചുകൂടി സമയമൊക്കെ എടുത്ത്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ മിന്നൽ മുരളീൻ്റെ ക്രിയേറ്റേഴ്സ് ബേസിൽ ജോസഫും റൈറ്റേഴ്സും എല്ലാവരും കൂടി ഈ ഡിക്റ്റേറ്റീവ് ജയിലിൻ്റെ ടീമും എല്ലാവരും കൂടി ഒരു വട്ടമേശ സമ്മേളനം നടത്തി ഈ സിനിമേനെ കുറച്ച്, ഈ യൂണിവേഴ്സിനെ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് രണ്ടുപേരും ബേസിൽ ജോസഫിൻ്റെ കുറച്ചൊരു ടിപ്സൊക്കെ വാങ്ങിയിട്ട് ഈ വില്ലേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിരുന്നു. എന്നാൽ അത് മോശം എന്നൊന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു ബാഡ് സിഗ്നൽ ആയ ഒരു ചെറിയ ചക്ക സൈക്കിളുണ്ട് ഉജ്ജലേട്ട വിളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ലാസ്റ്റ് മീൻസ് അതുവരെ മിണ്ടാണ്ടിരുന്ന ഓഡിയൻസ് ലാസ്റ്റ് ഈ ചക്കൻ വന്ന് ഉജ്ജലേട്ട വിളിക്കുമ്പോൾ കൂക്കലം വിളിയൊക്കെ ഉണ്ട്. മീൻസ് കയ്യടി. ആ ഗംഭീരം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അപ്പോൾ ഇതൊരു പടക്കമല്ല, ധ്യാൻ ശ്രീനിവാസൻ്റെ പടക്ക കച്ചവടം മഴയായതുകൊണ്ട് തൽക്കാലം നിർത്തി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോടെ ഈ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണാം. നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ബൈ.